നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ENT ടോക്സിൻ്റെ വേറൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൗൺസിലിംഗ് ആൻഡ് കൺസെൻറ്റ്. ഒരുപക്ഷെ ഒരു സർജൻ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് കൗൺസിലിംഗ്, അതുപോലെ സർജിക്കൽ കൺസെൻറ്റ്. ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, ഒരു പേഷ്യൻറ്റിന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്ത് പ്രൊസീജിയറാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വിശദമായി അല്ലെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് ഒരു സർജറി ചെയ്യുന്നതിന് മുന്നേ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അത് പറയുക എന്നുള്ളത് ഒരു ഡോക്ടറിൻ്റെ കടമയാണ്. എന്തൊക്കെയാണെന്നുള്ളത് അറിയുക എന്നുള്ളത് അത് ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു റൈറ്റാണ്. അപ്പോൾ പലപ്പോഴും ഈ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ വ്യക്തതയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ പോകുന്നതും, ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഓപ്പറേറ്റീവ്, അതായത് സർജറി കഴിഞ്ഞുള്ള പീരീഡിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ്, ഇത് ആണ് പലപ്പോഴും ഈ പല പ്രശ്നങ്ങൾക്കും ഒരു കാരണമാകുന്നത്. അതുകൊണ്ട് ഈ കാലത്ത് നമ്മൾ വളരെ ക്ലിയർ കട്ടായിട്ട് പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ, അത് എന്ത് ടൈപ്പ് ഇൻസിഷൻ ഇട്ടാണ് ചെയ്യുന്നത്, എന്ത് അനസ്തീസിയ കൊടുത്താണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഓപ്പറേറ്റിംഗ് ടൈം എന്താണ്, അതിൻ്റെ ഈ പറഞ്ഞൊരു റിക്കവറി പീരീഡ് എന്താണ്, പേഷ്യൻറ്റിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേറെ അസുഖങ്ങളും കാര്യങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് ഷുഗേഴ്സ് അല്ലെങ്കിൽ കാർഡിയക് ഇഷ്യൂസ് ഉള്ള പേഷ്യൻറ്റ്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള വിഷയമുള്ള പേഷ്യൻസ് ആണെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിൻ്റെ ടൈമിൽ വരാവുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഈ പറഞ്ഞ പോലെ ഹീലിംഗ് സ്റ്റേജിൽ സർജറി കഴിഞ്ഞുള്ള സമയത്ത് പേഷ്യൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് മുറിവ് ഉണങ്ങാൻ എത്ര സമയമെടുക്കും, ആ ടൈമിൽ ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് കൗൺസിലിങ്ങും കൺസെൻറ്റും. കൺസെൻറ്റ് പേഷ്യൻറ്റും പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ തീർച്ചയായിട്ടും ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അത് ഒപ്പിട്ട് മേടിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു മൊത്തത്തിൽ ഈ പ്രൊസീജിയറിനകത്ത് നമ്മളൊരു ട്രാൻസ്പെറൻസി കൊണ്ടുവരികയാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പിനും നല്ലത് അത് തന്നെയാണ് എപ്പോഴും. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരുപക്ഷെ പേഷ്യൻസ് പലപ്പോഴും ഡോക്ടറിനെ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ സെർച്ച്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് വഴി ഈ പറഞ്ഞൊരു അസുഖം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് എത്തുന്നത്. അവർക്ക് 100 കൂട്ടം ചോദ്യങ്ങൾ കാണും ചോദിക്കാൻ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, ഒരു പ്രൊസീജിയറിന് മുന്നുള്ള സംശയങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് അതിനുള്ള ഉത്തരങ്ങൾ ആ ഡോക്ടറിൽ നിന്ന് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ഒരു പ്രൊസീജിയറിന് പോകുന്നതിന് മുന്നേ ചെയ്തിരിക്കേണ്ട ഒരു മിനിമം കാര്യമാണ്. അപ്പോൾ അത് ടൈം എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളെടുത്ത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കേസിനെ കുറിച്ച് നമ്മൾ ഇൻഫോംഡ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാനിപ്പോൾ ഒരു സിനാറിയോ പറയുകയാണ്. കുട്ടികളിൽ പലപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ടോൺസിലെക്ടമി. അപ്പോൾ ടോൺസിലെക്ടമിക്ക് വരുന്ന പേരൻസിൻ്റെ അടുത്ത് നമ്മൾ യൂഷ്വലി ഈ പറയും, ഇത് അനസ്തീസിയയിലാണ് ചെയ്യുന്നത്, ഇത്രയാണ് അതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് ടൈം, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ റിക്കവറി കൊണ്ടുവരുന്നു, 4 മണിക്കൂർ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുട്ടിയെ റൂമിലോട്ട് മാറ്റും. എന്നാൽ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ബ്ലീഡിങ്, യൂഷ്വലി ടോൺസിലെക്ടമിയോടനുബന്ധിച്ച് കോമൺ ആയിട്ട് കാണുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ബ്ലീഡിങ്. ഇതെന്തെങ്കിലും ഉണ്ടാകുകയാണെന്ന് വെച്ചാൽ നമ്മൾ അത് മാനേജ് ചെയ്യും, ചിലപ്പോൾ പേഷ്യൻറ്റിനെ തിരിച്ച് തിയേറ്ററിൽ കൊണ്ടുപോകും. ഈ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പറഞ്ഞ് ഈ പറഞ്ഞ പോലെ പേഷ്യൻസിൻ്റെ അടുത്ത് പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ സർജറി കഴിഞ്ഞ് നമുക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻ വരികയാണെന്ന് വെച്ചാൽ അവർ കുറേയും കൂടെ പ്രിപ്പയർഡാണ്. അതേസമയം നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ പറയാതെ ഈ പറഞ്ഞ പോലെ കുട്ടിയെ കേസ് കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവരുന്നു, അതിനുശേഷം ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്നു, അപ്പോൾ പേഷ്യൻ്റെ അടുത്ത് സംസാരിക്കുന്നു, തിയേറ്ററിൽ കയറ്റണമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ പേരൻസ് കുറച്ചും കൂടെ വറീഡായിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഒരുപക്ഷെ മാറാവുന്ന കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടാ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതുപോലെ അനസ്തീസിയ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്, ഇപ്പം മയക്കം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ച് കുറേ ഇഷ്യൂസ് വരാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഡിസ്കസ് ചെയ്ത് കൺസെൻറ്റ് ഒപ്പിട്ടതിന് ശേഷം മാത്രം നമ്മൾ ഈ പറഞ്ഞ പോലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സിലായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്
സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരിക. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് എന്ന നിലയിൽ പേഷ്യൻറ്റിന് ചോദിക്കാനുള്ള ചോദ്യങ്ങളും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ള ഡോക്ടറിൻ്റെ ഒരു കടമയാണ്. അതുപോലെ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ പേഷ്യൻസിനെ അവർ ഈ പറഞ്ഞ പോലെ അവർക്കുള്ള അപ്രിഹെൻഷൻ, അവർക്കുള്ള ആങ്സൈറ്റി ഇതെല്ലാം റിലീവ് ചെയ്ത് അവരെ ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളൊരു ഡോക്ടറിൻ്റെ ഒരു കടമയാണ്. താങ്ക് യു.